ഹായ് ഡിയർവൻസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ പരീക്ഷ അടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അവസാന പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും. കാരണം എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഏരിയാസിലാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തത്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന നമ്മുടെ ഒരു റെഫറൻസ് പീസ് എന്ന് പറയുന്നത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്കറിയാം, നമ്മളൊരു 2016 ഓൺവേർഡ്സ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2026 ഏകദേശം ഇനി ഒരു മാസം പോലും ഇല്ല, എത്തുമ്പോൾ ഏകദേശം 10 വർഷമായി ഈ ഒരു സിലബസ് തന്നെ LBS സെറ്റിന് വേണ്ടി ഫോളോ ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ഏരിയാസ് ഇങ്ങനെ റാൻഡംലി റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ചില ഏരിയാസ് അതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഏരിയാസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഈ ഓതേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് സ്പെസിഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഒരിക്കലും അവർ മിസ്സാക്കാറില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്തു എന്ന് വിചാരിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. കാരണം നമ്മൾക്ക് ഒരു പ്രാവശ്യം ഹൂ ഇസ് ദ ഓതർ ഓഫ് ഹാംലെറ്റ് എന്ന് ചോദിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം ഹാംലെറ്റിൽ ഒരു ക്യാരക്ടറെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഹാംലെറ്റിലെ സെറ്റിംഗ് ചോദിക്കാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള ഒരു വർക്ക് അങ്ങനെ തന്നെ അതേ ക്വസ്റ്റ്യൻ അതേ കട്ട് കോപ്പി പേസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുക, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരവും മാത്രം പഠിക്കാതെ മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ കണ്ണ് പോയിട്ടുള്ള, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ ഐഡന്റിഫൈ ചെയ്ത കുറച്ച് ഏരിയാസും കുറച്ച് വർക്കുകളുമാണ് അത് എന്നൊരു ക്ലിയർ കട്ട് വിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സെൽഫായിട്ട് ഫിഗർ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ സ്റ്റഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ റിവിഷൻ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ കൊണ്ടുപോകാനും സാധിക്കും. സോ ഫസ്റ്റ്, നമ്മൾക്കറിയാം നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ്. ലാംഗ്വേജിന്റെ ഒരു മേജർ പോർഷൻ ലിംഗ്വിസ്റ്റിക്സിലാണ് കിടക്കുന്നത്. അപ്പൊ ലിംഗ്വിസ്റ്റിക്സ് ഉറപ്പായിട്ടും ഒരു ഏരിയ ആയിട്ട് ചോദിക്കും. ഇത് പ്രീവിയസ് ഇയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 2021, 22, 23, 24, 25 അങ്ങനെ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. ആ 4 വർഷവും ലിംഗ്വിസ്റ്റിക്സിലെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ കീ ടേംസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, അത് എപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. First question, the branch of phonology that deals with the way in which phonemes combine to form syllables. അത് പഠിക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫോണോടാക്ടിക്സ് ആണ്. ഫോണോടാക്ടിക്സ് ആണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അതായത് കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ്, ഫോണീംസ് എങ്ങനെ കമ്പൈൻ ചെയ്യുക, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേൺ ചെയ്യുന്ന ബ്രാഞ്ചാണ് ഫോണോടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സെമാൻറ്റിക്സ്, സിൻടാക്സ്, അങ്ങനത്തെ ബ്രാഞ്ചസിനെ കുറിച്ച് നിങ്ങളൊരു ക്ലിയർ കട്ട് വിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് എപ്പോഴും ഒരു സിംഗിൾ ലൈൻ പഠിച്ചു വെക്കുക. അടുത്തത്, ഓൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ two or more languages or language varieties in the context of a single conversation. ഒരു സിംഗിൾ കോൺവെർസേഷനിൽ നിങ്ങൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ലാംഗ്വേജസിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുവാണെങ്കിൽ, മാറി മാറി സംസാരിക്കുവാണെങ്കിൽ, ദാറ്റ്സ് കോൾഡ് ആസ് കോഡ് സ്വിച്ചിങ്. കോഡ് സ്വിച്ചിങ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഷിഫ്റ്റിംഗ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ലാംഗ്വേജ്. ഇപ്പൊ ഞാൻ ചെയ്തതും കൈൻഡ് ഓഫ് എ കോഡ് സ്വിച്ചിങ്, ബിക്കോസ് ഐ എം യൂസിങ് മലയാളം അറ്റ് ദ സെയിം ടൈം ഐ എം യൂസിങ് ഇംഗ്ലീഷ്. മലയാളവും ഇംഗ്ലീഷും ഒരു ഒറ്റ കോൺവെർസേഷനിൽ നമ്മൾ മാറി മാറി യൂസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ആസ് കോഡ് switching. The totality of speech habit of an individual is called as dash. ഒരു ഇൻഡിവിജ്വൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ് ഇഡിയോലെക്ട് എന്ന് പറയുന്നത്. ഒരു ഒറ്റ വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു സംസാര ശൈലിയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഇഡിയോലെക്ട്. നിങ്ങൾ അതിന്റെ മറ്റ് ഓപ്ഷൻസ് നോക്കിക്കേ, രജിസ്റ്റേഴ്സ്, ഡയലക്ട് ആൻഡ് സോഷ്യോലെക്ട്. ഒരു സൊസൈറ്റിയുടെ ലാംഗ്വേജ് വെറൈറ്റി ആണ് സോഷ്യോലെക്ട് എന്ന് പറയുന്നത്. ഒരു റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ് ഡയലക്ട് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ആ ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ യു ആർ ഏബിൾ ടു ലേൺ 3 other questions, അല്ലെ? നിങ്ങൾക്ക് മറ്റു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് the totality of a speech of a society is called as dash.
The regional variety of a language is called as dash. The professional variety of a language is called as dash. Professional variety register, regional variety dialect, societal variety sociolect. അടുത്ത question. The transfer of linguistics elements from one language into another language. നമ്മൾ ഒരു ലാംഗ്വേജിലെ ലിംഗ്വിസ്റ്റിക്സ് എലമെന്റ്സിനെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് as കോഡ് മിക്സിംഗ്. കോഡ് മിക്സിംഗ് ഏതാണ്? ഇപ്പൊ നമ്മൾ ഈ കോഡ് മിക്സിംഗ് നിങ്ങൾക്ക് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ കാണാൻ സാധിക്കും. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അരുന്ധതി റോയ് കുറച്ച് മലയാളം വേർഡ്സ് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് നമ്മൾ ചഗ്നിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. ആ സെയിം ഒരു പ്രോസസ്സാണ് കേട്ടോ. അവിടെ മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബഡിങ് വേർഡ്സ് ഓഫ് ഫ്രേസസ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു അനദർ വിത്തിൻ എ സിംഗിൾ സെന്റൻസ്. ഒരു സിംഗിൾ സെന്റൻസിനകത്ത് തന്നെ നമ്മളത് യൂസ് ചെയ്യുകയാണ്. കൈൻഡ് ഓഫ് എ മംഗ്ലീഷ് നമുക്ക് തന്നെ പറയാം. ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മൾ മലയാളത്തിലും എഴുതും. ആൻഡ് ആർ യു കമ്മിങ് വിത്ത് മീ എന്നുള്ളത് വെച്ച് ആർ യു വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ചില വാക്ക് നമുക്ക് ചിലപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് കിട്ടാതെ വരും. അല്ലെങ്കിൽ മറ്റേ നമ്മൾ പറയുന്നൊരു വേർഡ് ഉണ്ടല്ലോ, സോറി ഫോർഗെറ്റ് ദാറ്റ് വേർഡ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അൺസഹിക്കബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ, അതാ ഞാൻ പെട്ടെന്ന് ഓർത്തത്. അൺ ഇസ് എൻ ഇംഗ്ലീഷ് വേർഡ്. സഹിക്കുക എന്ന് പറയുന്നത് മലയാളമാണ്. ആൻഡ് സഹിക്കബിൾ ബിഎല്ലി ഇംഗ്ലീഷ് ആണ്. അപ്പൊ ആ ഒരൊറ്റ വേർഡിൽ തന്നെ നമ്മൾ രണ്ട് ലാംഗ്വേജിന്റെ ഫ്രേസസ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചേക്കാണ്, തിക്കി കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. ഇറ്റ്സ് കോൾഡ് എസ് കോഡ് മിക്സിംഗ്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള പോയത്തിലെ ലൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് പോയംസ് ആണ്, നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പോയംസ് ആണ്. Here rests his head upon his lap of earth, a youth to fortune and fame unknown, are the opening lines of the epitaph written by Thomas Gray. I think we are in Rad's Alley, where the dead men lost their bonds, are lines taken from the poem The Wasteland. ഇത് രണ്ടും നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ്ഡ് ആണ് ഈ പോയംസ്. നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുറച്ച് പോയംസ് ഉണ്ട്. ഇപ്പൊ സ്പെൻസറിന്റെ എപ്പിത്തലാമിയൻ, അതുപോലെ മൈ ലാസ്റ്റ് ഡച്ചസ്, അങ്ങനെ കുറച്ച് പോയംസ് നമ്മുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ആ പോയംസ് പഠിക്കുക. അതേപോലെ ഓരോ പർട്ടിക്കുലർ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന റൈറ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള പോയംസ്, ആ പോയംസുകൾ നിങ്ങൾ നോക്കുക. കാരണം അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിന്റെ ലൈൻസ് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് പോയം എന്ന് പറയുന്നത് ഏജ് റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചഡ് ബൈ തോമസ് ഗ്രേ. അതിനകത്ത് ഗ്രേ കോട്ട് ചെയ്യുന്നത് ഈ എപ്പിറ്റഫ് സെക്ഷനിൽ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് അത് കോമൺ പീപ്പിളിനുമാണ്. ഫോർച്യൂൺ ആൻഡ് ഫെയിം അൺനോൺ എന്ന് പറഞ്ഞാൽ ഓർഡിനറി പീപ്പിളിനും എത്ര ഫെയിമുള്ള ആൾക്കാരെയും ഒരുപോലെ തേടി എത്തുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയാനാണ് ഈ ഒരു എപ്പിറ്റഫ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഐ തിങ്ക് വി ആർ ഇൻ റാറ്റ്സ് അല്ലി. നമ്മൾ ഈ അല്ലി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അണ്ടർഗ്രൗണ്ട് ഒരു ട്രെഞ്ച് പോലത്തെ ഒരു പ്ലേസ് ആണ്. ആൻഡ് വേർ ദ ഡെഡ് മെൻസ് ലോസ്റ്റ് ദെയർ ബോൺസ്, അതായത് ഈ പോയം എഴുതുന്നത് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി വേൾഡ് വാർ ഫസ്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് ആളുകളെ ഈ മരിച്ചിട്ടുള്ള ആളുകളിലേക്ക് അവരെങ്ങനെ ട്രെഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേസസിലേക്ക് തള്ളിയിടുകയും അവരുടെ ബോൺസ് എല്ലാം അവിടെ കിടന്ന് ഡീകേ ചെയ്ത് പോകും. അപ്പൊ ഡെത്ത്, ഡീകേ ആൻഡ് മോറൽ ആൻഡ് കൾച്ചറൽ സ്റ്റെറിലിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദിസ് ലൈൻ ബിലോങ്സ് ടു ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് വേസ്റ്റ്ലാൻഡ്, എ ഗെയിം ഓഫ് ചെസ്. നിങ്ങൾ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പോയംസും ഫേമസ് ആയിട്ടുള്ള വർക്ക്സും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് സെക്ഷൻ കാൻറ്റംബറി ടെയിൽസ് ആണ്. നിങ്ങൾക്കറിയാം കാൻറ്റംബറി ടെയിൽസ് ചോദിക്കാത്ത പരീക്ഷകൾ വളരെ കുറവാണ്. ഇത് പല വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് ചോസേഴ്സ് prologue to the Canterbury Tales? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the pilgrim meets a Tabard inn on their way to the shrine of St. Thomas Becket at Canterbury. ശരിയാണ്. നമ്മുടെ പിൽഗ്രിംസ് എല്ലാം കണ്ടുമുട്ടുന്നത് ടബാർഡ് ഇന്നിലാണ്. ഹാരി ബെയ്ലി ഹോസ്റ്റ് ആയിട്ടുള്ള ടബാർഡ് ഇന്നിലാണ് അവർ കണ്ടുമുട്ടുന്നത്. ആൻഡ് അവര് പോകുന്നത് സെയിന്റ് തോമസ് ബെക്കറ്റിന്റെ ശവകുടീരം കാണാനായിട്ടാണ്. വൈഫ് ഓഫ് ബാത്ത്, ദ പ്രയറസസ് ആൻഡ് ദ സെക്കൻഡ് നൺ ആർ ദി only women pilgrims in the journey. ശരിയാണ്. ഇവർ 3 പേരുമാണ് സ്ത്രീകൾ, ബാക്കി എല്ലാവരും തന്നെ പുരുഷന്മാരാണ്. The knight agrees to tell the first story in the Canterbury Tales. അതും ശരിയാണ്. ഹാരി ബെയ്ലി ഇങ്ങനെ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒരു കോntest വെക്കാം. ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ വിൽ ഗെറ്റ് എ ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നൈറ്റ് ആണ് അയാളുടെ ഒരു മോസ്റ്റ് റെസ്പെക്റ്റഡ് പിൽഗ്രിം എന്ന് പറയുന്ന നൈറ്റ് ആയിരുന്നു. അങ്ങനെ നൈറ്റ് ഫസ്റ്റ് ടെയിൽ പറയാം എന്ന് പറയുന്നത്. സോ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്.
Identify the statement which is or are true regarding Chaucer's Canterbury Tales. Chaucer is indebted to Boccaccio for the general idea of Canterbury Tales. Chaucerനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് ബൊക്കാഷ്യോ. അതിൽ നിന്നുമാണ് ഈ ഒരു ഐഡിയ എടുത്തത്. The Canterbury Tales is a collection of 24 tales in verse and prose. Some is incomplete, told as entertainment by a group of pilgrims riding from London to the shrine of St. Thomas Becket in Canterbury. ശരിയാണ്. 24 ടേൽസേ ഉള്ളൂ. അത് 120 ആയിരുന്നു അവരുടെ പ്ലാൻ. ആൻഡ് പ്രോസിലും വേഴ്സിലും ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ചൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. ഹാരി ബെയ്ലി is the owner of Tabardin who volunteers to travel with the pilgrims. ശരിയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് നമ്മൾ കണ്ട ആ ക്വസ്റ്റ്യനും സെക്കൻഡ് നമ്മൾ കണ്ട ക്വസ്റ്റ്യനും ചെറിയ ചെറിയ ആ സ്റ്റേറ്റ്മെന്റ്സിൽ വ്യത്യാസമേ ഉള്ളൂ. ഫസ്റ്റിന്റെ അകത്ത് ടബാർഡിൻ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തേർഡ് ഓപ്ഷനിൽ ഹാരി ബെയ്ലി എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ നമുക്ക് ഒരു ചോദ്യം പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു റെഫർ ദ other statements regarding that sentences. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനകത്തും 1, 2 and 3 ആർ കറക്റ്റ്. അടുത്തത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചോസേറിയൻ ടെക്സ്റ്റ് വിച്ച് പാരഡൈസ് ഡാൻഡേസ് ഡിവൈൻ കോമഡി. ഡാൻഡയുടെ ഡിവൈൻ കോമഡി പാരഡൈസ് ചെയ്യുന്ന ചോസറിന്റെ ടെക്സ്റ്റ് ഏതാണ്? ഹൗസ് ഓഫ് ഫെയിം ആണ്. അതൊരു ഡ്രീം വിഷൻ പോയമാണ്. അത് ക്ലിയർലി ഡാൻഡയുടെ ഡിവൈൻ കോമഡിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി എഴുതിയിട്ടുള്ള വർക്കാണ്. നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഷേക്സ്പിയറിന്റെ വർക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം ഷേക്സ്പിയർ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു റൈറ്റർ ആണ് എന്ന്. ഇതിന്റെ അകത്ത് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 2 വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. The first folio of Shakespeare play was compiled by Dash. ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോ കമ്പൈൽ ചെയ്തത് ജോൺ ഹെമ്മിങ്സും ഹെൻറി ഹോഡലും കൂടിയിട്ടാണ്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഷേക്സ്പിയർസ് ഫസ്റ്റ് ഫോളിയോ ആർ കറക്റ്റ്? ഫസ്റ്റ് ഫോളിയോ പബ്ലിഷ് ആക്കുന്നത് 1623 മിസ്റ്റർ വില്യംസ് ഷേക്സ്പിയർസ് കോമഡി ആൻഡ് ഹിസ്റ്ററി and tragedies was the title of first folio. ശരിയാണ്. And it was prepared by the Shakespeare colleagues John Hemmings and Henry Cordell. മൂന്നും കറക്റ്റ് ആണ്. ഈ മിസ്റ്റർ വില്യം ഷേക്സ്പിയർസ് കോമഡി ഹിസ്റ്ററി ആൻഡ് ട്രാജഡി എന്ന് പറയുന്നത് തന്നെയാണ് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് കളക്ഷൻ. ആ ഒരു ഫസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോളിയോയുടെ പേരുണ്ടായിരുന്നത്. ആൻഡ് 1623 ഇത് പബ്ലിഷ് ആക്കുന്നത്. ഇത് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം, ഷേക്സ്പിയർ മരിച്ച 7 വർഷങ്ങൾക്ക് ശേഷം. ഫസ്റ്റ് ഫോളിയോയ്ക്കകത്ത് ഷേക്സ്പിയറിന്റെ 36 നാടകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കമ്പൈൽ ചെയ്ത് പ്രിപ്പയർ ചെയ്തത് ഷേക്സ്പിയറിന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ജോൺ ഹെമിങ്സും ഹെൻറി ഹോഡലും കൂടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ടച്ച് ചെയ്ത് പോയ ഏരിയാസിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.